ഹലോ കുട്ടികളെ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറച്ച് പേര് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. വീട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ സ്ഥിരം കലാപരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ, വണ്ടി തിരിക്കുക എന്നുള്ളത്. മെയിൻ ടൗൺ ആയത് കാരണം പൂട്ടില്ലായിരിക്കുമല്ലോടാ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ആലുവ റിലയൻസ് മാർട്ടിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അകത്തേക്ക് കയറി ഒരു ട്രോളിയൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അത്യാവശ്യം കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പെട്ടെന്നായിട്ടൊന്ന് പറക്കണം. അതെ, ലിസ്റ്റ് നോക്കി സാധനം മേടിക്കാനാ. ലിസ്റ്റൊക്കെ ഒരു പേര് അരി. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് അരി എടുക്കാൻ പോകും. അപ്പോൾ നമുക്ക് മാമുണ്ടെങ്കിൽ അരി വേണം. അപ്പോൾ ആദ്യം നമുക്ക് അരി എടുക്കാം. അരി ഇവിടെയാണോ? ലൂസ് അരിയാണോ വാങ്ങിക്കണം? അങ്ങനെ ഓരോരുത്തർ ഓരോ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഞാനിവിടെ പോസ്റ്റായി. ഞാനിവിടെ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടത്. ഓക്കെ, നമ്മൾ റിലയൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം മദേഴ്സ് ആദ്യം ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിലുള്ളതിനേക്കാളും ലിസ്റ്റിലില്ലാത്ത സാധനങ്ങൾ ആദ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റിലുള്ള സാധനങ്ങൾ എടുക്കുക. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ സാധനവും നമുക്ക് മേടിക്കാനുള്ളൂ. ഇരിക്കണ എല്ലാത്തിനും ഓരോന്ന് വെച്ചെടുക്കാം. അങ്ങനെ ഓരോന്ന് പറക്കി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ നഗ്ന സത്യം, കട പൂട്ടി ഗൈസ്. അപ്പോൾ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്ത് കട ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, തിരിച്ചു പോകും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും റിലയൻസ് അടയ്ക്കും. എല്ലാവരും കൂടെ ഇങ്ങനെ ആട്ടട എന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം വെല്ലുവാണ് പറഞ്ഞത് റിലയൻസ് 10 മണി വരെ 11 മണി വരെ ഉണ്ടാവും. നമുക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് സമാധാനമായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പ്ലാൻ എടുത്ത് ബി ആക്കി നേരെ ലുലുവിലേക്ക് പോകട്ടെ. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ലുലു ഒക്കെ എത്താറായി. അപ്പോൾ ലുലു എത്തി. ലുലുവിന് ഇനി ഹൈപ്പർ 11 മണി 11:15 വരെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഹൈപ്പറിലേക്ക് ചെന്നു. ഒട്ടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. 10 മണി 11 മണി ആയത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ ഒരു ട്രോളി ബാഗൊക്കെ എടുത്തിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പെറുക്കിട്ടു. നല്ല ഫാസ്റ്റായിട്ട് പെറുക്കിട്ടത് കാരണം അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവിടെ മൊത്തം നടന്നതായി. ഈ കാണുന്ന ട്രോളി ബാഗ് നിറച്ച് ഐറ്റംസ് നമ്മൾ എടുത്തു കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഓഫറുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളതും അതുപോലെ നോക്കിയിട്ടൊക്കെ നമ്മൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്ക് 1 മാസത്തേക്ക് റൺ ചെയ്യാനുള്ള സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ ഈ വണ്ടിയൊക്കെ ഉന്തി നേരെ നമ്മുടെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഒരു തൂവാല മറച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കനവാണ് അമ്മയെന്ന് പറയുന്നത് ഞാൻ 5 കിലോയുടെ പുട്ടുപൊടിയൊക്കെ സിമ്പിളായിട്ട് എടുത്ത് പൊക്കി. ഇതൊക്കെ കണ്ടിട്ട് നാളെ എൻ്റെ അടുത്ത് പുട്ടുപൊടി എടുക്കാൻ പറയരുത്, ഞാൻ പറ്റില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്കും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവർ ക്ലോസ് ചെയ്യണ ടൈം ആയായിരുന്നു. ആക്ച്വലി ഒരു 11:15 കഴിഞ്ഞു. ക്ലോസ് ചെയ്യണ അനൗൺസ്മെൻറ്റൊക്കെ നമ്മൾ കേട്ടു. പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി ഇറക്കി വിടില്ലായിരിക്കും, ഇത്ര സാധനം വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് വേഗം പോയി കൗണ്ടറിൽ നിന്ന് സാധനങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്ത് ബില്ലൊക്കെ വാങ്ങിച്ചു. ബില്ലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം അങ്ങനെ വലിയ നമ്മൾ ലുലു എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരുപാട് കാശൊന്നും ആയില്ല കേട്ടോ. അത്യാവശ്യം നോർമലായിട്ടുള്ള കുറച്ച് കാശ് മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാൾ നഗ്ഗറ്റ്സ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ആൾ പോയിട്ട് ബർഗർ പാറ്റി വാങ്ങിയിട്ട് വന്നു. പിന്നെ അത് തിരിച്ചു കൊടുക്കാനായിട്ട് പോയി. പിന്നെ ഒരു കുറച്ച് സമയം അവിടെ പോയി. ഓൾമോസ്റ്റ് ഹൈപ്പർ പൂട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഹൈപ്പറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതെന്ന് പറയാം. പിന്നെ അവിടെ നിൽക്കാനും ഇതിനൊന്നും ടൈമില്ലല്ലോ. ഓൾറെഡി അവർ ക്ലോസിങ്ങിൻ്റെ എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഈ പറഞ്ഞ കണക്ക് താഴത്തോട്ട് പോന്നു. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോന്നു. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെ, ഈ ഒരു ട്രോളി ബാഗ് നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെല്ലുവിനെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ് ആക്ച്വലി അത്. ആ ബർഗർ പാറ്റി എടുത്തുകൊണ്ട് വന്നതിൻ്റെ ഒരു ഇതിൽ കണ്ടോ, ആളവിടെ രണ്ടാമതും പോയി നിൽക്കണതാണ് ബില്ലടിക്കാനായിട്ട്. അപ്പോൾ അവനെ നോക്കി നിന്നും പിന്നെ കുറച്ച് സമയം പോയി. എനിക്ക് തോന്നണം അവർ ചവിട്ടി പുറത്താക്കാത്തത് നമ്മുടെ എന്തോ വലിയ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നണം. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അൽക്കോയത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ലുലുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ട്രോളിയൊക്കെ ഫ്രണ്ടിലുണ്ട്. കാറിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ ഇത്. നല്ല അടിപൊളി പർച്ചേസിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സ്ഥലത്ത് പോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാരിയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത വള്ളി കിട്ടിയത്. അപ്പോൾ വണ്ടി എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ നേരെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി. അപ്പോൾ വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ ബില്ല് കണ്ടത്. നല്ല അടിപൊളി ബില്ലായിരുന്നു കേട്ടോ. വൗച്ചറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ബില്ലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വണ്ടിയിലേക്ക് നമ്മളിപ്പോൾ അതേ സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടിട്ട് നേരെ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ബില്ല്. ഞങ്ങൾ സർപ്രൈസ് ആയിപ്പോയി. എൻ്റെ അത്ര ഉള്ളൊരു ബില്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ കറക്റ്റ് എൻ്റെ ഷൂസിൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ നിൽക്കാൻ മാത്രം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു ആ ബില്ലിന്. ഞാനത് തോളത്തൊക്കെ ഇട്ട് മറ്റേ എന്താണ് രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെയൊക്കെ നിന്ന് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് ഒരു 12:10 ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഈ ഒരു യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും ഒരു 3-4 ഈ സാധനം വാങ്ങിക്കും. അപ്പം അങ്ങനെ വന്ന് കുളിച്ച് ഈ യോഗട്ടും കഴിച്ചിട്ട് പിന്നെ ചാച്ചുറങ്ങാൻ പോയി. അങ്ങനെ ഉറക്കം നല്ല സൂപ്പറായിരുന്നു. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇത്.